ഹായ് ഗായ്സ്, ടെക് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 4a എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങും അതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ റിവ്യൂ ആണ്. യൂട്യൂബിലുള്ള മിക്ക ടെക് യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ. ഏതാണ് ഏറ്റവും മികച്ച ക്യാമറ ഫോണെന്ന് ഓരോ ടെക് യൂട്യൂബറോടും നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും ഗൂഗിൾ പിക്സൽ ഫോണുകളാണ് ഏറ്റവും നല്ല ക്യാമറ ഫോൺ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൊതുവേ നമ്മുടെ നാട്ടിൽ അധികം ആരും കണ്ടിട്ടില്ലാത്തതും അധികം ആരും ഉപയോഗിക്കാത്തതുമായ ഒരു ഫോണാണ് ഗൂഗിൾ പിക്സൽ ഫോണുകൾ. എന്നാൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ മികച്ച 5 ഫോണുകൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യത്തെ 5-ൽ തന്നെ വരുന്ന ഒരു പേരായിരിക്കും ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകൾ. നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഹൈലൈറ്റ്. 1.7 അപ്പർച്ചറോട് കൂടിയിട്ടുള്ള സിംഗിൾ ലെൻസ് ക്യാമറ വെച്ച് മികച്ച പോർട്രേറ്റ് ഫോട്ടോകളാണ് ഇതുവഴി എടുക്കാൻ പറ്റുന്നത്. അതും ഐഫോണിനെ വെല്ലുന്ന രീതിയിലാണ്. 2-3 ക്യാമറകളുള്ള മറ്റു ഫോണുകളെ വെല്ലുന്ന രീതിയിലാണ് ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോസ്. ഒരു DSLRലൊക്കെ എടുത്ത പോലുള്ള മികച്ച കളർ കറക്ഷനോട് കൂട്ടിയിട്ടുള്ള ഒരു ഫോട്ടോസാണ് വരുന്നത്. നാച്ചുറലായിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസാണ് ഈ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ആ ഫോട്ടോസിൻ്റെ ക്വാളിറ്റിയും ഫോട്ടോസ് എടുക്കുന്ന രീതിയും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ അവസാനം വെക്കുന്നുണ്ട്. ഗൂഗിൾ അവരുടെ പിക്സൽ ശ്രേണിയിലുള്ള 3 പുതിയ ഫോണുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ പിക്സൽ 4a, അതിൻ്റെ തന്നെ 5G വെർഷനായ 4a 5G, പിന്നെ ഗൂഗിൾ പിക്സൽ 5 ഒരു 5G ഫോണാണ്. പിക്സൽ 4a മാത്രമാണ് ഇന്ത്യൻ വിപണിയിൽ എത്തിയിരിക്കുന്നത്. 6 GB റാമും 128 GB ഇൻറ്റേർണൽ മെമ്മറിയുമുള്ള ഈ ഫോണിന് ഏകദേശം 30,000 രൂപയോളം വരും. ആപ്പിൾ എസ് എന്ന ബഡ്ജറ്റ് ഐഫോണിൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ആകാൻ പോകുന്ന ഫോണാണ് പിക്സൽ 4a. കൂടാതെ OnePlus നോഡ് പോലുള്ള ഫോണുകൾക്കും ഇതൊരു വലിയ കോമ്പറ്റീറ്ററായി മാറും. ജെറ്റ് ബ്ലാക്ക് എന്ന ഒരൊറ്റ കളറാണ് ഇന്ത്യയിലെത്തുന്നത്. 5.81 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 1080x2340 ആണ് റെസൊല്യൂഷൻ. 443 പിക്സൽ ഡെൻസിറ്റി ഉണ്ട് ഇതിന്. 19:9 റേഷ്യോ ആണ് സ്ക്രീൻ ആസ്പെക്ട് റേഷ്യോ. സ്നാപ്ഡ്രാഗൺ മിഡ് റേഞ്ച് പ്രോസസ്സറായ 730G ആണ് ഇതിനകത്ത് വരുന്നത്. 6 GB LPDDR4 റാമാണ് ഇതിനകത്തുള്ളത്. 1.7 അപ്പർച്ചറോട് കൂടിയിട്ടുള്ള ലെൻസാണ് ഇതിനുള്ളത്. നമുക്കറിയാം, ക്യാമറയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഗൂഗിൾ പിക്സൽ ഫോണുകൾ. അതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോസ് മറ്റേത് ആൻഡ്രോയിഡ് ഫോണിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒന്നാണ്. ഗൂഗിൾ പിക്സലിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ തന്നെ മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിലും ഇൻസ്റ്റാൾ ചെയ്യാൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവരും അവരുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ സ്വന്തം സ്റ്റോക്ക് ക്യാമറ ആപ്ലിക്കേഷന് പകരം ഈ ഗൂഗിൾ പിക്സലിൻ്റെ ക്യാമറ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഐഫോൺ 11 Pro ഒക്കെ പോലെ 12 മെഗാപിക്സൽ ക്യാമറ തന്നെയാണ് ഇതിലും ഉള്ളത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ക്യാമറയിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. 2.0 ആണ് അപ്പർച്ചർ. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് സെൽഫി ക്യാമറയിലും ഫോട്ടോ എടുക്കാൻ പറ്റും. SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഇതിൻ്റെ ഒപ്പം ചാർജറും അതിൻ്റെ കേബിളും വരുന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത. ഐഫോണിനെ പോലെ ചാർജർ ഒഴിവാക്കിയിട്ടില്ല. കൂടാതെ 3.5 mm ജാക്കും അതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 3140 mAh ആണ്. ഗൂഗിൾ പിക്സൽ ഫോണുകളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന് കിട്ടാൻ പോകുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളാണ്. കാരണം ഗൂഗിളിൻ്റെ സ്വന്തം സോഫ്റ്റ്വെയർ ആയ ആൻഡ്രോയിഡാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റു ഫോണുകൾ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കൊടുക്കുന്നത് മാക്സിമം 2 to 3 years ആണ്. OnePlus പോലുള്ള ഫോണുകൾ മാത്രമേ ഞാനിപ്പോഴും 4 years ഒക്കെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. കാരണം OnePlus 3യിൽ ഇപ്പോഴും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലഭിക്കുന്നുണ്ട്. OnePlus അവരുടെ 8th ജനറേഷൻ ഫോൺ ഇറക്കിയിട്ടും ഇപ്പോഴും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ആൻഡ്രോയിഡിൻ്റെ അപ്ഡേറ്റ്സ് ഗൂഗിളിൻ്റെ ഈ സ്വന്തം പിക്സൽ ഫോണിലും നിങ്ങൾക്ക് 5-6 വർഷം ധൈര്യമായി പ്രതീക്ഷിക്കാം. കൂടാതെ മാസാമാസം വരുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കൃത്യമായി ഗൂഗിളിൻ്റെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ അവരുടെ ഗൂഗിൾ ഫോട്ടോസ് എന്ന ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ് സിസ്റ്റമിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസാണ് തരുന്നത് ഫോട്ടോസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളൊരു ഗൂഗിൾ പിക്സൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ മെമ്മറി ചിലപ്പോൾ 128 GB ആയെന്നും വരാം. പക്ഷേ നിങ്ങൾ അത് കണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് ഗൂഗിൾ ഫോട്ടോസിൽ അപ്ലോഡ് ചെയ്ത് വെക്കാം.
ഐഫോണൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് 5 GB സ്പേസാണ് ഐക്ലൗഡിനകത്ത്. നിങ്ങൾക്ക് 50 GB നിങ്ങൾക്ക് ഐക്ലൗഡിൽ സ്പേസ് വേണമെങ്കിൽ അവർക്ക് നമ്മൾ മാസാമാസം 3.69 ദിറംസ് ആണ് UAE കൊടുക്കാറുള്ളത്. ഏകദേശം ഇന്ത്യയിൽ 70 or 80 റുപ്പീസ് ആയിരിക്കും. എനിക്ക് കൃത്യമായി ആ വില അറിയില്ല ഇന്ത്യയുടെ ഐക്ലൗഡ് സ്റ്റോറേജ് സ്പേസിൻ്റെ പ്രൈസ്. പക്ഷേ ഗൂഗിളിനകത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ഫോട്ടോസ് വഴി അൺലിമിറ്റഡ് സ്റ്റോറേജ് പിക്സൽ ഫോണുകൾക്ക് അവർ നൽകുന്നുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഞാൻ നോട്ട് ചെയ്തത്. പിക്സൽ 4a എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ച് ഫോണാണ്, അല്ലാണ്ട് ഐഫോണിനെ കമ്പയർ ചെയ്യാൻ തക്ക രീതിയിലുള്ള ഒരു ഫോണൊന്നുമല്ല. 1,20,000 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഐഫോൺ 11 പ്രോയുമായി ക്യാമറ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിലും മറ്റുള്ള ഫീച്ചേഴ്സുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വെറും ഒരു 30,000 രൂപയ്ക്കകത്ത് വരുന്ന ഒരു ഫോണാണ്. നിങ്ങൾക്കും ഫ്ലിപ്കാർട്ട് വഴി ഈ ഫോൺ ഓർഡർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇതിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഇതുവരെ വന്നിട്ടില്ല ഗൂഗിൾ പിക്സലിൻ്റെ ഫോണുകൾക്ക്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് noon.com അല്ലെങ്കിൽ amazon.com ട്രൈ ചെയ്താൽ ഏതെങ്കിലും 1-2 സെല്ലേഴ്സ് അതുവഴി സെല്ല് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഗൂഗിൾ പിക്സൽ 4a വഴി ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കാണിച്ചു തരുന്ന കുറച്ച് വീഡിയോകളും ഞങ്ങൾ ഇതിനോടൊപ്പം വെക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.